കേരളം വോട്ടെണ്ണൽ ദിനത്തിലേക്ക് അടുക്കുമ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയെക്കുറിച്ചും വോട്ടിംഗ് മെഷീനുകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും കോൺഗ്രസ് ഉന്നയിച്ച ആശങ്കകൾ ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ്. കടുത്ത ചൂടിൽ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും അത് സ്ഥാനാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ആശങ്കകളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നും സ്ഥാനാർത്ഥികൾക്ക് ബോധ്യപ്പെടും വിധം കാര്യങ്ങൾ സുതാര്യമായിരിക്കുമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അതിലുപരിയായി കോൺഗ്രസിനുള്ളിലെ ഭാവി മുഖ്യമന്ത്രി ചർച്ചകളെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ചാണ്ടി ഉമ്മൻ നൽകുന്നത്. പാർട്ടിയിൽ ഒരു നേതാവ് മാത്രമല്ല ഉള്ളതെന്നും നിരവധി നേതാക്കളുണ്ടെന്നും പ്രവർത്തകർക്ക് തങ്ങളുടെ നേതാക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യവുമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഇത്തരം ചർച്ചകൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്നും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇടതു സർക്കാരിനെതിരായ ജനവികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും 100% ആത്മവിശ്വാസമുണ്ടെന്നും പറഞ്ഞ ചാണ്ടി ഉമ്മൻ ഫലം വരുമ്പോൾ സർക്കാർ ജനഹിതത്തിന് മുന്നിൽ മുട്ടുമടക്കുമെന്നും കൂട്ടിച്ചേർത്തു. എന്തായാലും ആ വീഡിയോ മുഴുവനായി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ ഈ ഒരു വിരാമം വിട്ട ഒരു ചർച്ചയ്ക്ക് വീണ്ടും ഇതാണ് പത്രക്കാർ ചെയ്ത ഓരോ പരിപാടികൾ. ഇത് അങ്ങനെ ചർച്ചയെ ഇല്ലാന്ന് പറയുമ്പോൾ അടുത്ത തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ്. സുരക്ഷ എല്ലാ സ്ട്രോങ് റൂമുകൾക്കും ഉണ്ട് എന്നുള്ളത് ഉണ്ടാവണം. ഉണ്ടായാൽ മാത്രം പോരാ, സ്ഥാനാർത്ഥികൾക്കും ബോധ്യപ്പെടും. ഈ കൗണ്ടിംഗ് സെന്ററിന്റെ കാര്യത്തിലാണ്. കാരണം ഞങ്ങൾ ഇപ്പൊ എത്ര AC വെച്ചെന്ന് പറഞ്ഞാലും ശരി, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ലോക്ക്ഡൗൺ ആണ്, സെൽഫ് ലോക്ക്ഡൗൺ ചെയ്യണം. അത്ര ചൂടാണ്. അപ്പം 2 കോൺസ്റ്റിറ്റ്യുവൻസി ഗ്രില്ലും കാര്യങ്ങളും ഇട്ട് ഒരേ സ്ഥലത്ത് വരുമ്പോൾ ചില ആശങ്കകളുണ്ട് ഞങ്ങൾക്ക്. അത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമോ, പ്രശ്നമില്ലാതെ വരുമെന്നാണ് എന്താ പറയുക ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, കുഴപ്പമില്ല. പക്ഷേ ഒരു ആശങ്കയാണത്. ഈ ചൂടത്ത് അങ്ങനെ വെക്കുന്നത് ഒരു ആശങ്ക തന്നെയാണ്. അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യത്തില്ല. അതിനെക്കുറിച്ച് ആ തരത്തിൽ ഞാൻ പറയത്തില്ല. പക്ഷേ ഞാൻ കമന്റ് ചെയ്യും. മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ എത്തിയ സ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൂടിക്കാഴ്ച ഞങ്ങളുടെ പ്രസിഡന്റ് അതിനൊരു വിരാമം ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും കമന്റ് ചെയ്യത്തില്ല. അതിനിപ്പോ എന്താ തെറ്റ്? അതിനിപ്പോ എന്താ തെറ്റ്? ഇങ്ങനെ ഈ ഒരു വിരാമം വിട്ട ഒരു ചർച്ചയ്ക്ക് വീണ്ടും ഇതാണ് പത്രക്കാർ ചെയ്ത ഓരോ പരിപാടികൾ. ഇത് അങ്ങനെ ചർച്ചയെ ഇല്ലാന്ന് പറയുമ്പോൾ അടുത്ത തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആ ഒരു ചർച്ച ഇല്ല. നിങ്ങൾക്ക് ഈ 2 ആഴ്ച പിടിച്ചിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി പല പരിപാടികൾ ഇപ്പൊ ആദ്യം ഇലക്ഷൻ കമ്മീഷന്റെ ആയിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ പേരിലോട്ടായി. അത് ഇങ്ങനെ പല പരിപാടികൾ തെറ്റെന്താ? അതിനകത്ത് തെറ്റ്? എൻ്റെ നേതാവിനെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അതേപ്പറ്റി പാട്ട് എഴുതും, പാട്ട് പാടും, ചിലപ്പോൾ അത് വീഡിയോ ആക്കും. നിങ്ങളാണ് അതിന് മറ്റൊരു അർത്ഥം കൊടുത്ത് നിങ്ങൾക്ക് അടുത്ത 10 ദിവസം കൊണ്ട് പിടിച്ചിരിക്കണം. അതിനിങ്ങനെ പല പരിപാടികൾ നിങ്ങൾ ഒപ്പിക്കുന്നതല്ലാതെ ഇവരാരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പം എൻ്റെ ഫാദറിനെ കുറിച്ച് ഞാനിപ്പോഴും കാണുന്നുണ്ട്, വീഡിയോസ് വരുന്നുണ്ട്, ഫോട്ടോസ് വരുന്നുണ്ട്. അത് അത്രയ്ക്ക് സ്നേഹമുള്ളവർ ഇന്നുമുണ്ട്. അദ്ദേഹം മരിച്ചിട്ടും അദ്ദേഹത്തോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നവരാണ്. അപ്പോൾ അതേ സ്നേഹം നേതാക്കളോട് കാണിക്കുന്ന പ്രവർത്തകർ ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിനെന്താ തെറ്റെന്താ? ഞങ്ങളുടെ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള പാർട്ടിയാണ്. ഞങ്ങളുടെ ഒരു നേതാവിനെ മാത്രമേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേതാവല്ല. ഞങ്ങൾക്ക് ഒരു നേതാവ് മാത്രമല്ല, ഞങ്ങൾക്ക് പല നേതാക്കന്മാരുണ്ട് ഇന്ന് പാർട്ടിയിൽ. യോഗ്യത സംബന്ധിച്ചുള്ള മത്സരമാണ് ഇത്. അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? നിങ്ങൾ പറയുന്നത് പറയപ്പെടുന്ന പേരുകളല്ലാതെ മറ്റു നേതാക്കളുടെ ഫാൻസ് ഒന്നും ഇത്തരം കാര്യങ്ങൾ ഇറക്കുന്നില്ല. ഇതൊക്കെ ഉണ്ട്. എന്നെ പറ്റിയുണ്ട്, ഹൈബിയെ പറ്റിയുണ്ട്, നമ്മുടെ ഷാഫിയെ പറ്റിയുണ്ട്, രാഹുലിനെ പറ്റിയുണ്ട്, എല്ലാവരെ പറ്റിയുണ്ട്. നിങ്ങൾ സെലക്റ്റീവാ. നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ശക്കലം മഞ്ഞപ്പിത്തം പിടിച്ചിരിക്കുക. അപ്പൊ എല്ലാം മഞ്ഞായിട്ട് തോന്നും.
ആത്മവിശ്വാസം പോളിംഗ് ശതമാനം വർദ്ധിച്ചു എന്നത് മാത്രമാണല്ലോ ഒരു ആത്മവിശ്വാസം. ഒന്നുമല്ല, ജനഹിതം അനുകൂലമാണെന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. ഈ സർക്കാരിനെ അറബിക്കള്ളി തള്ളിയിരിക്കും, യാതൊരു സംശയവും വേണ്ട.